കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ജയത്തോടെ നമ്മെ നടത്തിയ ദൈവത്തിന് ഓരോ ദിവസവും നന്ദി പറയണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് ആനന്ദത്തോടെ അവിടുന്നാണ് നിർത്തുന്നത്. ദൈവം നമുക്ക് ഉദ്ധാരണകളുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുവോക്കൾ യഹോവയായ ദൈവത്തിന്റെ പക്കലാകുന്നു. തനിക്കുള്ളവയെ അറിയുന്ന ദൈവം, അവയ്ക്ക് മുമ്പായി നടക്കുന്ന ദൈവം, പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം, വഴി കാണിക്കുന്ന ദൈവം, ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവം, ആഴത്തിൽ ഇറങ്ങി വരുന്ന ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവത്തെയാണ് സഹോദരങ്ങളെ നാം സേവിക്കുന്നത്. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല, ആ ചെവി മന്ദമായിട്ടില്ല. മോശയോട് ദൈവം ചോദിച്ചൊരു ചോദ്യം, മോശേ, എന്റെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. അസാധ്യങ്ങൾ മോശ ദൈവമുമ്പാകെ നിരത്തിയപ്പോൾ സർവശക്തനായ ദൈവം ചോദിക്കുക, മോശെ, എന്റെ കരവേദം നിനക്കറിയാമോ? ഒരു കാലഘട്ടത്തിലും കുറുകിപ്പോകാത്ത കരമാ എന്റെ കരം. ക്ഷേപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ യഹോവയുടെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നതാര്? ദൈവം നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നതാര്? ദൈവത്തിന്റെ നിർണയത്തെ മാറ്റാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പകൽ വ്യക്തമായി തന്റെ ജനം അറിഞ്ഞിരിക്കണം. ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഇടത്ത് ഇറങ്ങി വരുന്ന ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസിയായ ദൈവം, പരിശുദ്ധനായ ദൈവം, അനാദിയായും ശാശ്വതമായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തലമുറയായി അവിടുന്ന് നമ്മുടെ സങ്കേതമാണ്. ഓരോ തലമുറകൾ മാറ്റപ്പെടുമ്പോഴും നമ്മുടെ ദൈവം മാറ്റമില്ലാതെ നിൽക്കുന്നവനാണ്. സ്തോത്രം. ഞാൻ അനാദിയായ ദൈവം, ആദിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. നടക്കുന്ന ദൈവം, ചലിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം നമ്മുടെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. മരണത്തെയും പാതാളത്തെയും റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യെസ്, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഉയർപ്പിനെ തടയുവാൻ ശത്രുശക്തികളാവുന്നത്ര ശ്രമിച്ചപ്പോഴും, എല്ലാ പദ്ധതികളും ഒരുക്കി കാവൽ നിരയെ ശക്തമായി നിർത്തിയപ്പോഴും, ആ സകല കല്ലുകളെയും മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട്, സകല തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് എന്റെ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ ധൈര്യത്തോടെ പറ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് എല്ലാ കാലത്തും വിളിച്ചു പറയാൻ, ഏതു സമയത്തും വിളിച്ചു പറയാൻ നമുക്കിടയാവണം. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് സർവശക്തൻ. നമ്മുടെ കർത്താവ് ഉന്നതനായവൻ. എല്ലാവരും നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. സകലത്തിന്റെ ഇല്ലാക്കും കാരണഭൂതനുമാണ് അവിടുന്ന്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാക്കന്മാർക്ക് അധിപൻ, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യത ഉള്ളവനായിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ സഹോദരങ്ങളെ? അവിടത്തേക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല കേട്ടോ. നിയന്ത്രണം വിട്ട സകല വിഷയങ്ങളും ഇന്ന് പകലും പരിഹരിക്കാൻ, ആശയേറ്റ വിഷയങ്ങളുടെ മേൽ തീർപ്പ് കൽപ്പിക്കാൻ അവിടുത്തേക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്.
നമ്മുടെ ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം സഹായിക്കുന്ന ദൈവമാ. യാക്കോബിന്റെ ദൈവം സഹായമായി. തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. ഞാൻ പ്രത്യാശിക്കുന്ന എന്റെ ദൈവം, എന്നെ കാണുന്ന എന്റെ ദൈവം, എന്നെ അറിയുന്ന എന്റെ ദൈവം, എന്നെ മനസ്സിലാക്കുന്ന എന്റെ ദൈവം, തള്ളിക്കളയാത്ത എന്റെ ദൈവം, ഉപേക്ഷിക്കാത്ത എന്റെ ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, അമ്മയെ ആശ്വസിപ്പിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നവൻ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന സർവശക്തിയുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു. 18-ാം സങ്കീർത്തനം 17-ാം വാക്യം സുപരിതമാണല്ലോ. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചോറുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് യഹോവയ്ക്ക് പാടി സ്തോത്രം ചെയ്ത സങ്കീർത്തനമാണ്. എന്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മറ്റെങ്ങും എനിക്ക് ആശ്രയിപ്പാനില്ല. എന്റെ ബലം, എന്റെ ഗോപുരം, എന്റെ സഹായം എന്റെ ദൈവമാണ്. അതുകൊണ്ട് കുഴഞ്ഞ ചേറ്റിൽ പോയാലും അവിടെയും എനിക്ക് ബലമായൊരു ദൈവമുണ്ട്. ഉയരത്തുനിന്ന് കൈനീട്ടി എന്നെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒഴുക്കിക്കളയുവാൻ, ഇല്ലാതാക്കുവാൻ, തകർത്തു കളയാൻ വരുന്ന പെരുവെള്ളങ്ങളുണ്ട്. പക്ഷേ പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത ഒരു കരമുണ്ട് കേട്ടോ. അതാണ് ആ ശ്രേഷ്ഠ കരം, ഉയർന്നിരിക്കുന്ന കരം. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ. എവിടുന്ന് വിടുവിച്ചെന്നറിയാമോ? ശത്രു ബലത്തോടെ, മുഴുബലത്തോടെ വന്നു, കീഴ്പ്പെടുത്തുവാൻ വന്നു, നിലനിൽപ്പ് അപകടത്തിലാക്കാൻ കഴിഞ്ഞ നിമിഷങ്ങൾ വന്നു. നൃത്തത്തില്ലെന്ന് വാദിച്ചു, വിഭജിച്ചു കളയുമെന്ന് പറഞ്ഞു, അടർത്തിയെടുക്കുമെന്ന് പറഞ്ഞു, വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്. എങ്ങനെ വിടുവിച്ചെന്നറിയാമോ? യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ ബലം തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കാൻ ശക്തിയില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന, ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുക. എത്രയോ തവണ ബലമുള്ള ശക്തികൾ നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറകളെയും ദേശത്ത് നിർത്തത്തില്ലെന്ന് വാദിച്ച് നീ ഒറ്റപ്പെട്ടവനായി തീരും. എങ്ങനെ മുമ്പോട്ട് പോകും? ആര് നിന്നെ സഹായിക്കും? എങ്ങനെ നിനക്ക് നിൽക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചപ്പോഴൊക്കെ ബലമുള്ള ശത്രു നോക്കി നിൽക്കെ അവന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ച ഒരു ബലമുള്ള കരം, ശ്രേഷ്ഠ ഭുജം, ആർക്കും തിരിച്ചു മടക്കാൻ പറ്റാത്ത ഭുജം. യെസ്. ശത്രുവിന്റെ മേൽ ജയം നൽകിയ ഭുജം. യെസ്. വാഷളൻ പീഡിപ്പിക്കാൻ സമ്മതിക്കാതെ വണ്ണം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ഭുജം. പ്രിയരെ, മറന്നു പോകരുത്. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. പകച്ചവർ പറഞ്ഞില്ലേ, നീ എങ്ങനെ എഴുന്നേക്കും? നീ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും? നിനക്കിവിടെ ആര് സഹായം തരും? നീ നിൽക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞവർ കാണെ നന്മയ്ക്കായി അടയാളം നൽകി ശ്രേഷ്ഠതയോടെ നടത്തിയ ദൈവത്തിന്റെ കരം സഹോദരങ്ങളെ ഇന്നു പകൽ വ്യാപരിക്ക്. യേശുവിന്റെ നാമത്തിൽ ദൈവമഹത്വം ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലവാന്മാരായിരുന്നു. അടുത്ത വാക്ക്, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. കർത്താവ് എനിക്ക് തുണ. മറ്റടുത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ പേടിക്കയില്ല. ഒരു ശക്തിക്കും എന്നോടൊന്നും ചെയ്യാൻ കഴിയാതെ വരെ എന്നെ കാക്കുന്ന ഒരു ദൈവം, എന്നെ സൗഖ്യമാക്കിയൊരു ദൈവം, എന്നെ ശക്തീകരിച്ച ദൈവം, എന്റെ വേദനകളെ എടുത്തു മാറ്റിയൊരു ദൈവം, എന്റെ സങ്കടങ്ങളെ മാറ്റിയ ദൈവം, ദേശത്തന്നെ ഉറപ്പിച്ച ദൈവം, ശത്രു കാണുക മേശയൊരുക്കിയ ദൈവം. ഞാൻ എഴുന്നേറ്റത് എന്റെ ശത്രു കണ്ടു. പ്രൈസ് ദി ലോർഡ്. വിളിച്ചു പറയാമോ സഹോദരങ്ങളെ?
എത്രയോ തവണ നിരാശയകത്ത് വന്ന സമയത്തും ദൈവം നിങ്ങളോട് കൂടെ ഇരുന്നില്ലേ? കർത്താവ് നിങ്ങൾക്ക് തുണയായിരുന്നില്ലേ? എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ലെന്ന് ഇന്ന് പകൽ ധൈര്യത്തോട് പറ. കർത്താവിന്റെ പക്ഷത്തുണ്ട്. കർത്താവ് എനിക്ക് തുണയായതുകൊണ്ട് ബലമുള്ള സകല ശക്തികളെയും പിന്നിൽ നിന്ന് വന്ന സകല അണിയറ പദ്ധതികളെയും എന്റെ കർത്താവ് നിങ്ങൾ അറിയാതെ പൊളിച്ചു കളഞ്ഞത്, അനർത്ഥത്തിൽ കുടുക്കി തകർത്ത് കളയാൻ നോക്കിയപ്പോഴൊക്കെ അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം ഇന്ന് പോലെ വ്യാപരിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ബലമുള്ള ശക്തികൾ, ഒഴുക്കിക്കളയാൻ വന്ന പെരുവെള്ളം, മുക്കിക്കളയാൻ വന്ന യോർദാന്റെ ശക്തികൾ ഇവിടൊക്കെ കർത്താവെ ജയത്തോടെ ഞങ്ങളെ നടത്തി കാര്യത്തിൽ പിടിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് ധൈര്യവും കരുത്തും കൃപയും നൽകിയ പരിശുദ്ധാത്മ ശക്തിക്കായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞങ്ങൾ ഞങ്ങളുടെ മഹത്വം കാണും. ദൈവം ഒരുക്കിയ വഴിയിലൂടെ ഞങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം കൈനീട്ടി നമ്മെ പിടിക്കുന്നവനാണ്, പേർ ചൊല്ലി വിളിക്കുന്നവരാണ്. അവിടുത്തെ മഹത്വം വീണ്ടും വെളിപ്പെടുത്തും. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.